നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ പൂർത്തിയായി. 1 മണിക്കൂറിൽ പമ്പിംഗ് തുടങ്ങുമെന്ന് അധികൃതർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ സ്റ്റാറ്റ്സ് ജീവനക്കാർ നടത്തിയ മിന്നൽ പണിമുടക്ക് അവസാനിച്ചു. ബോണസ് തുക 1000 രൂപ കൂട്ടി. ചരക്കു നീക്കത്തിലെ പ്രതിസന്ധിക്കും പരിഹാരം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം. കുഞ്ഞിന്റെ ശരീരം ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അന്വേഷണം ആരംഭിച്ചു റെയിൽവേ പോലീസ്. അടൂർ ഇളമണ്ണൂരിൽ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ജനവാസ മേഖലയിൽ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. പാരിസ്ഥിതിക പഠനം വേണമെന്നും ആവശ്യം. ഗുരുവായൂർ അമ്പലനടയിൽ റെക്കോർഡ് വിവാഹം. ഇന്ന് നടന്നത് 356 വിവാഹങ്ങൾ. വിശദമായി നോക്കാം. തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി. ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വലിയ വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിലാണ്. 1 മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങാനാകുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൈപ്പ് ലൈനിൽ ആദ്യം ശുചീകരണം നടത്തും. തുടർന്ന് ലൈൻ പൂർണ്ണമായും ചാർജ് ചെയ്യും. എയർ ഇന്ത്യ സ്റ്റാറ്റ്സ് ജീവനക്കാർ നടത്തിയ മിന്നൽ പണിമുടക്ക് അവസാനിച്ചു. വിമാനത്താവള അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ബോണസ് തുക 1000 രൂപ കൂട്ടി. ഇന്നലെ മുതലുള്ള ചരക്കു നീക്കത്തിലെ പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. 1ാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. തൃശൂർ നഗരത്തിലെ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അടൂർ ഏനാദിമംഗലം പഞ്ചായത്തിലെ ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാരിസ്ഥിതിക പഠനം നടത്താതെ ജനവാസ മേഖലയിൽ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും നിലപാട്. കഴിഞ്ഞ ദിവസം ഹിയറിംഗിനെത്തിയ IMA ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഏനാദിമംഗലം പഞ്ചായത്തിൽ ഒരു കാരണവശാലും ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് പഞ്ചായത്തും നാട്ടുകാരും ഇപ്പോൾ ഉള്ളത്. കടുത്ത എതിർപ്പുകളാണ് വിവിധ കോണുകളിൽ നിന്നും ഇത് സംബന്ധിച്ച് വരുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയും ഈ ബയോമെഡിക്കൽ പ്ലാന്റിനുണ്ട്. പക്ഷേ ആ അനുമതി വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതായത് IMA, ഈ തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്ലാന്റ് ജനവാസ മേഖലയിൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് നാട്ടുകാരും പഞ്ചായത്തും. കാരണം പരിസ്ഥിതിയെ സംബന്ധിച്ച് വേണ്ടത്ര പഠനം നടത്താതെ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് കൊണ്ടുവന്ന് ടൺ കണക്കിന് മാലിന്യങ്ങൾ കൊണ്ട് സംസ്കരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷമുണ്ടാകുന്നതാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ഹിയറിംഗിലും ജനപ്രതിനിധികളടക്കം ഈ പദ്ധതിയെ എതിർത്തുകൊണ്ടതാണ് രംഗത്ത് വന്നത്. IMA ഉദ്യോഗസ്ഥർ ഈ ഇന്നലത്തെ ഹിയറിംഗിൽ പങ്കെടുത്തെങ്കിലും അവരുടെ റിപ്പോർട്ട് പോലും, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലും അവതരിപ്പിക്കാൻ കഴിയാതെയാണ് അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് അനുമതി നൽകത്തില്ലെന്നും പഞ്ചായത്തും വ്യക്തമാക്കിയിരിക്കുന്നു. അത്തരത്തിലൊരു എതിർപ്പ് വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഈ ഇത്തരത്തിലൊരു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് IMAയുടെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാരണം പാലക്കാട് സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു പ്ലാന്റ്, ബയോമെഡിക്കൽ പ്ലാന്റ് 10 വർഷമായി പ്രവർത്തിക്കുന്നു. ആ പരിസരത്തും അവിടെ പ്രദേശങ്ങളൊന്നും മാലിന്യം മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും അത്തരത്തിൽ ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റാണ് സംസ്കരിക്കുന്നത്. കേവലം 30 ടൺ മാലിന്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസ്കരിക്കാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നത്. അതിന് നാട്ടുകാരുടെ എതിർപ്പുകൾ ഉണ്ടായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ അത് സർക്കാരാണ് മറുപടി പറയേണ്ടത്. അക്കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള മറ്റ് രീതിയിലുള്ള പ്രതികരണത്തിനൊന്നും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. എന്തായാലും
ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ ഈ പ്ലാന്റിൻ്റെ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് IMA ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സർക്കാരാണ് ഇതിന് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നാണ് IMA ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഈ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും പഞ്ചായത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് വിവാഹം 355 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഇന്ന് നടന്നത്. അതിലൊന്ന് ഞങ്ങളുടെ ന്യൂസ് 18 കുടുംബത്തിലെ അരുണിന്റെ വിവാഹമായിരുന്നു. അരുണിനും വധുവിനും വിവാഹമംഗളാശംസകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് വിവാഹം 355 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഇന്ന് നടന്നത്. ക്ഷേത്രത്തിൽ ഇത്രയധികം വിവാഹങ്ങൾ ഒരു ദിവസം നടക്കുന്നത് ആദ്യമായാണ്. ക്ഷേത്രത്തിലെത്തുന്ന വിവാഹ സംഘത്തിനും വധൂവരന്മാർക്കും ടോക്കൺ എടുത്തതിനു ശേഷം വിശ്രമിക്കുന്നതിന് മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിനു സമീപം പ്രത്യേകം നിർമ്മിച്ച പന്തലിൽ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഇവിടെ നിന്ന് ക്രമമനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചു. 10 മിനിറ്റിൽ താഴെ മാത്രമേ ഓരോ താലികെട്ടിനും സമയം വേണ്ടി വന്നുള്ളൂ. നിലവിലുള്ള 4 കല്യാണ മണ്ഡപങ്ങൾക്ക് പുറമെ ക്ഷേത്രത്തിനു മുന്നിൽ തെക്കും വടക്കുമായി 2 താൽക്കാലിക മണ്ഡപങ്ങൾ കൂടി സ്ഥാപിച്ചു. ഇതോടെ ഒരേ സമയം 6 മണ്ഡപങ്ങളിൽ വിവാഹം നടത്താൻ സാധിച്ചു. വിവാഹം കഴിഞ്ഞെത്തുന്നവർക്ക് ഒരു ട്രാക്കും ഭക്തർക്ക് മറ്റൊരു ട്രാക്കും ഏർപ്പാടാക്കിയതും കൂടുതൽ സൗകര്യപ്രദമായി. പുലർച്ചെ 4-ന് തന്നെ വിവാഹങ്ങൾ ആരംഭിച്ചു. 6 മണ്ഡപത്തിലും ചടങ്ങുകൾ നടത്താൻ ആചാര്യന്മാരും 2 നാഗസ്വര സംഘവും ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ അടക്കം 24 പേർക്കാണ് ഒരു വിവാഹ സംഘത്തിൽ പ്രവേശനം. ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും പോലീസിന്റെയും ഇടപെടൽ മൂലമാണ് തിരക്കുകൾ ക്രമീകരിച്ച് വിവാഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് വധൂവരന്മാർ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, വളരെ പെട്ടെന്ന് കഴിഞ്ഞല്ലോ. അത് അവർ നല്ല രീതിയിലുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഇല്ല ഒന്നുമില്ല. എൻ്റെ പേര് അനന്തു. ഇത് അതില്ല. ദീപസ്തംഭം തൊഴാൻ വരുന്ന ഭക്തർക്ക് പ്രത്യേകിച്ച് ഒരു ട്രാക്ക് കൊടുത്തിട്ട് അവരെ ഈ നടയിലൂടെ കടത്തിവിടാതെ കൊണ്ട് നടയിലെ തിരക്ക് എല്ലാം നിയന്ത്രണ വിധേയമാണ്. എല്ലാ മണ്ഡപങ്ങളിലേക്കും യഥാസമയം വധൂവരം കടത്തിവിടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എത്ര സമയം പിടിക്കും ഒരു കല്യാണത്തിന്? 5 മിനിറ്റിൽ താഴെയായിട്ടേ പിടിക്കുള്ളൂ. 5 മിനിറ്റിൽ താഴെയായിട്ടേ പിടിക്കുള്ളൂ. ഓട്ടോകളുടെയും മറ്റ് വാഹനങ്ങളുടെയും ഇന്നറിംഗ് റോഡിലെ അനധികൃത പാർക്കിംഗ് നിരോധിച്ചതോടെ ഗതാഗത കുരുക്കും ഒഴിവായി. പഴുതടച്ച വൺവേ സംവിധാനമായതോടെ ഗതാഗത കുരുക്കും ഉണ്ടായില്ല. ന്യൂസ് 18 ഗുരുവായൂർ. പട്ടിണി ഇല്ലാതാക്കാൻ ഒരു ചെറുപ്പക്കാരൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഒരു നാട് മുഴുവനാണ് കൈകോർത്തത്. 1000 ദിവസം പിന്നിടുന്ന ആലപ്പുഴ ചാരുമൂട്ടിലെ ഭക്ഷണ അലമാര നിരവധി പേരുടെ ആശ്രയമാണ്. വിശപ്പിന്റെ വിലയറിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ സ്വപ്നം വിശന്നിരിക്കുന്നവരില്ലാത്ത നാട്. അതാണ് 1000 ദിവസങ്ങൾ പിന്നിട്ടത്. ഭക്ഷണ അലമാര എന്ന സിനൂഖാന്റെ ആശയം പിന്നീട് നാടൊന്നടങ്കം ഏറ്റെടുത്തു. ആലപ്പുഴയിലെ ചാരുമൂട് ജംഗ്ഷന് കിഴക്ക് വശത്ത് ബസ് സ്റ്റോപ്പിന് സമീപമായാണ് ഭക്ഷണ അലമാര. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ ബ്ലോക്ക് മെമ്പറും കൂടിയായ സിനൂഖാനാണ് ചാരുമൂട്ടിലെത്തുന്നവരുടെ വിശപ്പ് മാറ്റാൻ ഇറങ്ങിത്തിരിച്ചത്. ഇവിടെ എത്തുന്ന ആർക്കും ഭക്ഷണ പൊതിയെടുക്കാം. അതിന് വലുപ്പ ചെറുപ്പമില്ല. 2021 നവംബർ മാസത്തിൽ തുടക്കം കുറിച്ച ഈ അലമാര സത്യത്തിൽ 1000 ദിവസം പിന്നിട്ട് എന്ന് പറഞ്ഞിരുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഇവിടെ വിശന്നു വരുന്ന 100 കണക്കിന് ആളുകൾക്ക് നമുക്ക് ആഹാരം നൽകുവാൻ കഴിയുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ ദിവസവും ആളുകൾക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയും എന്ന ആലോചനയിലാണ് ഒരു ഭക്ഷണ അലമാര എന്ന ഒരു സംവിധാനത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും അത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചാരുമൂട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സുധീർ മീരാൻ സാഹിബ് എന്ന എൻ്റെ പ്രിയ സുഹൃത്താണ് ഈ അലമാര ഇവിടെ നമുക്ക് സ്പോൺസർ ചെയ്തത്. ഇടയ്ക്കൊക്കെ നിന്നുപോകുമെന്ന് കരുതിയെങ്കിലും ഭക്ഷണ അലമാരയുടെ പ്രവർത്തനം സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് നടന്നു പോകുന്നുണ്ടെന്ന് സിനൂഖാൻ പറയുന്നു.
ഈ ആശയം ആദ്യം പങ്കുവച്ചത് തന്റെ സുഹൃത്തുക്കളോടായിരുന്നു. അവരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ ഭക്ഷണ അലമാര യാഥാർത്ഥ്യമായി. ആദ്യം ഈ അലമാരയിൽ ആഹാരം വെക്കുന്ന സമയത്ത് ഈ അലമാരയിൽ ആഹാരം എടുക്കുവാൻ ആളുകൾ ഈ നാട്ടിലുണ്ടോ എന്ന സംശയത്തിലായിരുന്നു നമ്മൾ ആഹാരം വെച്ചത്. എന്നാൽ ഈ നാട്ടിൽ വിശന്നിരിക്കുന്ന കടത്തിണ്ണയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ടെന്നും അവർക്ക് ഈ അലമാര കൊണ്ട് ഒരു നേരത്തെ വിശപ്പടക്കുവാൻ കഴിയും എന്ന ബോധ്യം നമുക്കുണ്ടായതുകൊണ്ടാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ഈ ആഹാരം കൊടുക്കുന്നവരുടെ മുഖമോർത്താൽ ഉറപ്പായും അടുത്ത ദിവസം തന്നെ എങ്ങനെയും അലമാരയിൽ നിറയ്ക്കുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കും. അങ്ങനെ മുഴുവൻ ആളുകളും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സ്നേഹവും ഒക്കെ നമ്മളോടൊപ്പം ഈ അലമാരയോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ആദ്യ ദിവസം 30 ഭക്ഷണ പൊതികളും ലഘുഭക്ഷണങ്ങളും വെള്ളവുമാണ് നൽകിയത്. ഓരോ ദിവസം കഴിയുന്തോറും ആവശ്യക്കാരുടെ എണ്ണവും കൂടി. തുടർന്ന് നിരവധി സന്നദ്ധ സംഘടനകളും സ്കൂളുകളും വ്യക്തികളുമൊക്കെ ഭക്ഷണം എത്തിക്കാൻ തുടങ്ങി. വളരെയധികം സന്തോഷമാണ് ഇവിടെ നമ്മൾ ഇത്രയും ആളുകളെല്ലാം ഒന്നിച്ചു കൂടിക്കൊണ്ട് ഇതൊരു ഉത്സവമായി മാറ്റിക്കൊണ്ട് ഇന്നത്തെ ഈ 1000 ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ്. ഇവിടെ മധുരം നൽകിയും മറ്റും നമ്മുടെ ഈ നൂർനാടന്മാർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് മധുരം നൽകുകയും ഇവിടെ ഭക്ഷണപ്പൊതി എത്തിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ലഭിക്കാറുണ്ടെന്നും തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹമെന്നും സിനൂഖാൻ പറയുന്നു. ന്യൂസ് 18 കായംകുളം. 120ഓളം രാജ്യങ്ങളുടെ പതാക തിരിച്ചറിയുന്ന ഒരു 7 വയസ്സുകാരനെ ഇനി പരിചയപ്പെടാം. കോഴിക്കോട് പുതുപ്പാടി സ്വദേശി അലു ഇഷാനാണ് ഈ താരം. 10 ദിവസം കൊണ്ടാണ് അലു ഇഷാൻ ഈ നേട്ടം കൈവരിച്ചത്. കോഴിക്കോട് പുതുപ്പാടി കാരക്കുന്ന് അമ്പലക്കണ്ടി സ്വദേശികളായ ഫൈസലിന്റെയും ഷിഫ്നയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ. 120ഓളം രാജ്യങ്ങളുടെ പതാക തിരിച്ചറിയുന്ന അസാമാന്യ കഴിവുണ്ട് ഈ 7 വയസ്സുകാരന്. അലു ഇഷാന്റെ സൈക്കിൾ തകരാറിലായപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുക്കാനായി മാതാപിതാക്കൾ മുന്നോട്ട് വച്ച നിബന്ധനയാണ് 100 രാജ്യങ്ങളുടെ പേര് പഠിക്കണം എന്നത്. സൈക്കിൾ ചലഞ്ച് ഏറ്റെടുത്ത അലു ഇഷാൻ ദിവസങ്ങൾക്കകം നിരവധി രാജ്യങ്ങളുടെ പതാക തിരിച്ചറിഞ്ഞു. മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉപയോഗിച്ചായിരുന്നു പരിശീലനം. വിവിധ രാജ്യങ്ങളുടെ പതാക പ്രിന്റ് എടുത്തും പഠനത്തിനായി ഉപയോഗിച്ചു. 10 ദിവസത്തോളം പിന്നിട്ടപ്പോൾ 120ഓളം രാജ്യങ്ങളുടെ പേരും പതാകയും ഈ 7 വയസ്സുകാരൻ തിരിച്ചറിഞ്ഞു. ഇറാൻ, ജർമ്മനി, ബ്രസീൽ, സ്പെയിൻ, അമേരിക്ക, ജപ്പാൻ, നേപ്പാൾ, മലേഷ്യ, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ, ചാഡ്. അലു ഇഷാന്റെ നേട്ടം മാതാപിതാക്കളെയും അധ്യാപകരെയും അമ്പരിപ്പിച്ചു. ഇവന് 115ഓളം രാജ്യങ്ങളും അതിൻ്റെ ഫ്ലാഗും അവന് ശരിക്കും കാണാതെ പഠിച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു ചലഞ്ചായിട്ടാണ് ഏറ്റെടുത്തത്. മണൽവയൽ AKTM സ്കൂളിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അലു ഇഷാൻ. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കൂടുതൽ പരിശീലനം നൽകാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് 18 താമരശ്ശേരി. നാരങ്ങ കൃഷിയിൽ 100 മേരി വിജയം കൊയ്യുകയാണ് പ്രവാസി കർഷകൻ. കൊല്ലം പുനലൂർ കൊട്ടവട്ടം സ്വദേശി രാജൻ മാത്യു ആണ് വ്യത്യസ്തമായ കൃഷിരീതി പിന്തുടരുന്നത്. വിളകൂടി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത രാജൻ മാത്യു കഴിഞ്ഞ 5 വർഷമായി നാരങ്ങ കൃഷിയിൽ സജീവമാണ്. കോവിഡ് കാലത്ത് ഒരു നാരങ്ങ 50 രൂപ കൊടുത്തു വാങ്ങേണ്ട സാഹചര്യത്തിൽ നിന്നുമാണ് നാരങ്ങ കൃഷി എന്ന ആശയം ഉദിക്കുന്നത്. അത് പൂർണ്ണ വിജയമാണെന്ന് രാജൻ മാത്യുവിന്റെ കൃഷിയിടത്തിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. വിഷരഹിത നാരങ്ങ യഥേഷ്ടം കാണാം ഇവിടെ. ഓണവിപണി ലക്ഷ്യമിട്ട് നിരവധി കൃഷികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു കൃഷിരീതിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ചെറുനാരങ്ങ കൃഷിയാണ് വിജയകരമായി ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. കോട്ടവട്ടം എന്ന പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രവാസിയായ കർഷകനാണ് വിജയകരമായ രീതിയിൽ ഈ കൃഷി വിജയിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കൃഷിരീതിയാണ് നമ്മൾ നാരങ്ങ കൃഷി. എങ്ങനെയാണ് ഈ ചെറുനാരങ്ങ കൃഷിയിലേക്ക് ശ്രദ്ധ വന്നത്? ചെറുനാരങ്ങ ഞാൻ ഗൾഫ് ഒരു പ്രവാസിയാണ്. 25-27 വർഷം അവിടുത്തെ ഏത് തോട്ടത്തിൽ ചെന്നാലും ഉള്ളൊരു സാധനമാണിത്. നേരെ ചൂടത്ത് വിളയുന്ന ഒരു സാധനമാണ് ഇതെന്ന് മനസ്സിലാക്കി. രണ്ടാമത് ഇതിന് പ്രത്യേകമായിട്ട് പ്രചോദനം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോവിഡ് സമയത്ത് ഞാൻ ഇവിടെ 1 വർഷം കുരുങ്ങി. അന്ന് ഇതൊക്കെ കിട്ടാതെ മറ്റേ നമുക്ക് അങ്ങോട്ടുള്ള ടിക്കറ്റും മറ്റും ഇല്ലാതെ കിട്ടാതെ അങ്ങോട്ട് വരാതെ അങ്ങനെ കുരുങ്ങിയപ്പം നമ്മൾ പെട്ടെന്ന് ഈ നാരകത്തിൻ്റെ തൈ അവിടെ കിട്ടുമെന്ന് ശ്രമിച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഗൾഫിലുള്ള കൂട്ടുകാരെയൊക്കെ വിളിച്ച് അന്നേരം ഇതിനടുത്ത് കിട്ടുമെന്ന് പറഞ്ഞ് നല്ല ഉൽപ്പാദന ശേഷിയുള്ള നാരങ്ങ തൈ നോക്കി തിരഞ്ഞെടുത്ത് അന്ന് വെച്ചതാണ്. ഏകദേശം എത്ര വർഷത്തോളമായി നമ്മൾ ഈ നാരങ്ങ കൃഷി? 2019
ലാസ്റ്റ് 2019 ലാസ്റ്റ് ആയപ്പം ഒരു 5 വർഷമായിട്ടില്ല. ഒരു സാധാരണ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷിയിടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിരീതിയാണ് ഇവർ അവലംബിച്ചു പോരുന്നത്. ഈ കൃഷിരീതി വ്യത്യസ്തമായ കൃഷിരീതിയാണ്. സാധാരണ വിജയസാധ്യത ഇല്ലാത്ത കൃഷിരീതി ചെയ്യാൻ ഇറങ്ങുമ്പോൾ സ്വഭാവം നമ്മളൊന്ന് പിൻവാങ്ങാറുണ്ട്. പക്ഷേ വളരെ പ്രോത്സാഹനമായി കൂടെ നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് അത്തരത്തിലൊരു ചിന്ത വന്നത്? നാരങ്ങ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞപ്പം നമ്മൾ എല്ലാ പിന്തുണയും കൊടുത്തതാണ്. അത് യാതൊരുവിധ കാട്ടുമൃഗങ്ങളോ ഒന്നിൻ്റെ ശല്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇതിനകത്തോട്ട് തിരിയാൻ പ്രചോദനമായി. വീട്ടമ്മ എന്ന നിലയിൽ നമുക്ക് ഈ കൃഷിയിടത്തിലെത്താനും ഇതിനു വേണ്ട പരിപാലനം നടത്താനും ഒക്കെ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്. കൃഷി വികസന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നമുക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്? ഇതൊരു വ്യത്യസ്തമായ കൃഷിരീതിയാണല്ലോ, അവർ പ്രോത്സാഹിപ്പിക്കേണ്ടതാണല്ലോ. ആദ്യമേ പറഞ്ഞപ്പം അവർ ആദ്യമായിട്ടുള്ള ഒരു സംരംഭം, അവർ ആദ്യത്തെ ആ ഒരു വർഷം കിട്ടും ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരുടെ പൂർണ്ണ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. അവർ വന്നൊരു എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു വിസിറ്റ് ഉണ്ട്, ആ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു വിസിറ്റ് അടിച്ചിട്ട് ഇത് ഇന്ന കുറവുണ്ട്. പക്ഷേ നമ്മൾ ജൈവ വളമല്ലാതെ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ജൈവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ കേസ് DDT പോലും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാറില്ല. അല്ലാതുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വളവും അതിൻ്റെ കൂട്ട് തന്നെ. അതുകൊണ്ട് നമ്മുടെ നശിക്കത്തില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കംപ്ലീറ്റ് മാലിന്യങ്ങൾ കലർന്നും ഇത് പഴുക്കണമെങ്കിൽ തന്നെ എങ്ങനെയാലും ഒരു 4 ദിവസം പിടിക്കും. നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ അഴുകിപ്പോവും. ഇതാണ് നല്ല നാരങ്ങ. 2-3 ടൈപ്പ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കീഴിലാണ് ഇതിൻ്റെയൊക്കെ സംഭവം. മോഷണവും രാത്രിയിലൊന്നും നടക്കില്ല, മുള്ളുകൊള്ളും. ആ ഒരു ഭയം കള്ളന്മാർക്കും ഉണ്ട്. തീർത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കൃഷിരീതിയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. നാരങ്ങ കൃഷി, ശുദ്ധമായ നാരങ്ങ ഓണവിപണികളിൽ എത്തിക്കുക എന്നതാണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത്. അത് 100% വിജയം കണ്ടിരിക്കുകയാണ്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. ഇടവേള. കോഴിക്കോട് സ്വദേശി പ്രകാശിന്റെ വീട്ടിൽ ഇന്നും വരും 100 കണക്കിന് അതിഥികൾ. ആ വരവ് പതിവായപ്പോൾ പ്രകാശിന്റെ വകയായി ഈ അതിഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം. കാണാം ഈ അപൂർവ സൗഹൃദം. നമ്മുടെയൊക്കെ വീട്ടിൽ അതിഥികൾ വരാറുണ്ടല്ലേ? എന്നാൽ ഡെയിലി കൃത്യസമയത്ത് വരുന്ന അതിഥികളെ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് പ്രകാശേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ അതിഥികൾ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളും അവരെ കാണാനുമാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇതാണ് മാളിക്കടവിലെ പ്രകാശൻ. പ്രകാശന്റെ ചൂളം വിളിക്കായി കാതോർത്ത് കാത്തിരിക്കുകയാണ് ഈ അതിഥികൾ. കഴുകി വൃത്തിയാക്കിയ നെല്ല് വിളമ്പി പ്രകാശൻ ചൂളം വിളിക്കുന്നതോടെ അതിഥികൾ ഇങ്ങനെ പറന്നെത്തും. അതിഥികൾക്ക് ഭക്ഷണം നൽകാനായി പ്രത്യേകം സ്ഥലവും പ്രകാശൻ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു വളർത്തു തത്ത ഉണ്ടായിരുന്നു. ആ തത്തേൻ്റെ അടുത്തേക്ക് 1-2 തത്ത വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിനും നെല്ലിട്ട് കൊടുക്കണം. പെണ്ണ് ഭാര്യനോട് തന്നെ കുറച്ച് പുറത്ത് നെല്ല് കൊടുത്തോളേണ്ടിയതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ പുറമേ നെല്ല് വെച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പം പുറത്ത് നിന്ന് തത്ത കൂടി വന്നു. പിന്നെ ഒരു 10-50-60 ആയപ്പോൾ തത്ത എന്തോ കാരണവശാൽ കൂട്ടുകളിൽ മിസ്സായി. പക്ഷെ എന്നാലും ഐറ്റങ്ങൾ വരലുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് മറ്റേ അതിൽ ആ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ തത്ത ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എന്നാലും അതിനെ കൊണ്ടല്ല കേട്ടോ നെല്ല് കൊടുക്കുന്നത്. ഐറ്റങ്ങൾ വരുന്നതിനെ കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ സ്നേഹവിരുന്നിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നേരത്തെ വീട്ടിലുണ്ടായിരുന്ന തത്തയോട് കൂട്ടുകൂടാൻ എത്തിയതാണിവർ. സ്വന്തം തത്തയ്ക്കൊപ്പം അതിഥികളായി എത്തിയവർക്കും പ്രകാശൻ ഭക്ഷണം നൽകി.
രാവിലെ ഏകദേശം 6 മണിക്കാണ് തത്ത വന്നുകൊണ്ടേ നിൽക്കും. 6 മണി 6:10 ആകുമ്പോഴത്തേക്ക് തെങ്ങിന് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അത് ഞങ്ങൾ വരുന്ന സമയത്ത് നിന്ന് ടൈം കറക്റ്റ് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. 6:10 ആകുമ്പോഴത്തേക്ക് നെല്ല് ഞങ്ങൾ കഴുകി 6:30 ആകുമ്പോഴത്തേക്ക് അവിടെ നെല്ല് ഇതിൻ്റെ ഇതിലിടെ ഏറ്റെടുക്കുക ചെയ്യും. ട്രയല്ല, പൈപ്പാണ്, ഇരുമ്പിൻ്റെ ഒരു പൈപ്പ്. അപ്പോൾ ഏകദേശം 4 കിലോ നെല്ലിൻ്റെ അടുത്ത് രാവിലെ വേണം. പിന്നെ വൈകുന്നേരം ഒരു 2 കിലോ അത് വേണം. വൈകുന്നേരം ഇത്ര തത്തി ഉണ്ടാവില്ല. പ്രകാശനും കുടുംബത്തിനും ഇവർ അതിഥികളല്ല, സ്വന്തം മക്കളെപ്പോലെയാണ്. രാവിലെയും വൈകിട്ടും നെല്ലിന് പുറമെ പഴവും പയറും ഒക്കെ നൽകുന്നുണ്ട്. വീടിൻ്റെ പെയിൻറ് എന്ന് പറഞ്ഞാൽ തത്തക്കൊരു കളർ കറക്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് പച്ച പെയിൻറ് തന്നെ അടിച്ചത്. നല്ല ഒരു ലൈറ്റായിട്ടുള്ള കളർ പെയിൻറ് അടിച്ചത്. അതുകൊണ്ട് ഒരു രസമാണ്. തത്തക്കും വീടിൻ്റെ ആൾക്കാർക്ക് പറയലുണ്ട്, ഞങ്ങളങ്ങനെ ഐറ്റിങ്ങൊക്കെ ഒരു വിരുന്നെത്തുന്ന അതിഥികളുമായൊത്തുള്ള നിമിഷങ്ങൾ പകർത്തി നിധി പോലെ സൂക്ഷിച്ചു വെക്കാറുണ്ട് പ്രകാശൻ. വർഷങ്ങളായി അതിഥികളെ ഊട്ടുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല പ്രകാശൻ. ഇനിയും അതങ്ങനെ തന്നെ. ന്യൂസ് 18 കോഴിക്കോട്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680, പവന് 53,440. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.